അലൻ ഐബക്ക് നല്ല ഉറക്കത്തിലാണ്. ഇന്ന് അലൻ ഐബക്കിൻ്റെ പേര് മാറ്റാൻ വേണ്ടി പോവാണ് അല്ലേ? പേര് മാറ്റാൻ കഴിയും. പേരൊക്കെ നമുക്ക് പറഞ്ഞു തരാം, പുതിയ പേരില്ലേ. അപ്പോൾ സീനു ഇപ്പോൾ രാവിലെ തന്നെ എന്താ കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവക്കഞ്ഞി കുടിക്കാണ്. ഉലുവക്കഞ്ഞി ജീരകം പാലല്ല അത്? പാലാണെങ്കിൽ ഈ കുടിക്കൂലല്ലോ അല്ലേ? സാധാരണ എല്ലാവരും തടിക്കൊക്കെ ചെയ്യൂ, ഈ പറ്റ തടി കുറയല്ലേ ചെയ്ത്. എന്ത് ചോറൊക്കെ നല്ലോണം തിന്നും, നിങ്ങളൊന്നും അത്ര പോലെ തിന്നൂല. എന്റെ ഭാഗ്യാണ് തിന്നിട്ടും തടിക്കാത്ത. തടി ഇല്ലാക്കാണ് ഏറ്റവും നല്ലത്. എല്ലാ ശരീരത്തിന് അസുഖം തടിച്ചിട്ടില്ല കളിയില്ല. പക്ഷെ വേറെ രസമുണ്ട്, ഇവിടെ ചികിത്സ എന്നിട്ട് ഇവിടെ തരുന്ന പോഷകാഹാരം ഒന്നും ഇത് ഇങ്ങനെയല്ല. പാലില്ല, മുട്ട എപ്പോഴും രാവിലെ ഒന്നറ്റ തിന്നില്ലാണ്ടിനി. അതെന്ന് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് തിന്നുണ്ട്, വേണം വേണ്ട വെച്ചിട്ടാ തിന്നണേ. പിന്നെ ആടിൻ്റെ ഒന്നും തിന്നില്ല. ആടിൻ്റെ മണം തന്നെ അവൾക്ക് പറ്റൂല. എനിക്ക് ഞാൻ പെറ്റെടുക്കണില്ലല്ലോ. ഞാൻ തിന്നലില്ല, ഞാൻ തടിയുണ്ടല്ലോ. ഉണ്ടോ ചിക്കനൊക്കെ ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. സാധാരണ ഇതൊന്നും മെനുവിലില്ലാത്തതാണ്. ചിക്കൻ തിന്നാൻ പൂതിയാണ് എന്ന് പറഞ്ഞിട്ട് അനിയത്തിനെ കൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടു നിൽക്കുക. ഇന്നലെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തേക്കണേ. ഇന്നലെ ചിക്കൻ, രാത്രി മീൻ, ഇവിടുന്ന് അതൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഉച്ചക്ക് ഇന്നലെ മന്തിയായിരുന്നു. അതൊന്നും പോരാനായിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. നമ്മൾ പേരിട്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നല്ല ഇനി പുതിയ പേരിടുന്നത് അല്ലേ? അനക്കെന്താ പറയാനുള്ളത് പേരിനെ കുറിച്ചിട്ട്? ഈ പേര് സത്യത്തിൽ ആര് സജസ്റ്റ് ചെയ്താ? ഞാനാണോ അതോ എനിക്കെങ്ങനെ കിട്ടിയത് ഈ പേര്? ഇൻസ്റ്റഗ്രാമും വന്നിട്ടുണ്ട്, യൂട്യൂബും വന്നിട്ടുണ്ട്. എങ്ങനെ വന്നിട്ടുണ്ട്? കാരണം നമ്മളൊരു കാര്യം കൂടി പറഞ്ഞത്, നമ്മൾ പെൺകുട്ടികൾക്കുള്ള പേര് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചത്. ആൺകുട്ടികൾക്ക് പേരില്ല എന്നല്ല, ആൺകുട്ടിക്കുള്ള പേര് ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന 2 പേര്, ഒന്ന് അലൻ എന്നുള്ളതും രണ്ടത് അൽഹാൻ എന്നുള്ളതും. അപ്പോൾ എനിക്ക് അല, അതേമാതിരി അലേഹയ്ക്ക് ഏറ്റവും അനുയോജ്യം അൽഹാനാണ്. അലേഹ, അൽഹാൻ. പക്ഷെ എനിക്ക് അലൻ എന്ന് പറയുമ്പോൾ ഒരു കൗതുകം തോന്നി. ഒരു എന്താ പറയുക, അങ്ങനെയല്ല, ആ പേരൊരു ഔട്ടാവില്ല എന്ന് തോന്നി. അൽഹാൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് പേരല്ലേ. അലൻ എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും വിളിക്കാനും സുഖമാണ്, എന്തും ഒക്കെ എളുപ്പമാണ്. അലൻ ട്രെൻഡ് പറഞ്ഞാൽ അലൻ കുറച്ച് മുന്നേ ഉണ്ട് അലൻ. പക്ഷെ അത് ഒരു സംസാരിക്കുമ്പോഴൊക്കെ എഴുതാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ അലയ്ക്ക് സാമ്യം നോക്കിയിട്ടാണ് നമ്മൾ പേരിട്ടത്. ഓക്കെ, പെൺകുട്ടിക്കുള്ളത് നമ്മൾ ഭയങ്കര ഡിഫറെൻറ്റ് പേരായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി പേര് മാറ്റിയിട്ടുണ്ട്. അതാണ് നിൻ്റെ മോൻ്റെ പേര് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് റിവീൽ ചെയ്യാം. 2ാമത്തെ പേര് റിവീലിംഗ് ആണ് ഗൈസ്. ഇനി ഇതാരും എന്താണ് ക്രിസ്ത്യൻ പേരാണ് ഇതൊന്നും പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ച പേരല്ല. അതായത് നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് എല്ലാവരോടും ഞാൻ അഭിപ്രായമൊക്കെ ചോദിച്ചിരുന്നു. നിങ്ങളോടാണ് ആദ്യം ചോദിച്ചത് നമ്മുടെ കുട്ടിക്ക് പറ്റിയ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾ ഒരു പേര് പറയണം എന്ന് പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലും കൂടുതൽ പേര് വന്നത് ഇതാണ്. പിന്നെ ഇത് അലൻ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ നോക്കിയപ്പോൾ സുന്ദരൻ എന്ന് കാണാണ്ട്, വ്യക്തിത്വം എന്ന് കാണാണ്ട്, പിന്നെ പ്രകാശം കാണാണ്ട്, അങ്ങനത്തെ ഒക്കെ അർത്ഥങ്ങളാണ് ഇതിന് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കോമൺ പേരാണോന്ന് ചോദിച്ചാൽ അലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് ഇടുന്ന പേരുകളുണ്ട് കേട്ടോ. ഹിന്ദുസിനുണ്ട്, മുസ്ലിംസിനുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതാ, മറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലേ മറിയം, എൻ്റെ മൂത്തമ്മാൻ്റെ പേര് മറിയാന്നാ. അതാരേലും ഉണ്ട്, ക്രിസ്ത്യൻസ്മാരുണ്ട്. സെറീന എന്ന് പറഞ്ഞാലോ, ഇവിടെ സെറീന താത്ത ഉണ്ട്. സെറീന എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്, അങ്ങനെ സാമ്യമുള്ള ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ അത് കണക്കാക്കി നമ്മൾ ഇട്ടതല്ല. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും സജഷൻ ചോദിച്ച് അതിനർത്ഥം കുറേ ആൾക്കാർ ഇട്ടു. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമ്മൾ പറയുകയാണ്. കാരണം കഴിഞ്ഞൊരു ദിവസം നമുക്ക് വന്നൊരു വിവാദം, ന്യൂഫലിന് അഹങ്കാരം കൂടി ക്രിസ്ത്യൻ പേര് ഇട്ടു, മോന് ക്രിസ്ത്യൻ പേര് ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
അലേഹ ഇട്ടാന്നും പറഞ്ഞിട്ടുണ്ട്. അലേഹ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് നമുക്കെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചില പേരുകൾ ഇങ്ങനെ ഇതായിട്ട് ഇത് പലയിടത്തും കേൾക്കുമ്പോൾ ഇത് ആ പേരാണ് ഈ പേരാണെന്ന് ചിന്തിച്ചു. നമ്മളും കുറേ അന്വേഷിച്ചിട്ടൊക്കെ നോക്കിയത് തന്നെയാണ്. ഈ പേരിടുമ്പോഴും നമ്മൾ ഇതിൻ്റെ അർത്ഥമൊക്കെ നോക്കിയിട്ടുണ്ട്. നെയിം റിവീൽ ചെയ്യാം. ഇതാണ് നെയിം. ഇപ്പം തന്നെയാണ് ന്യൂഫ്രേജ് അന്നും കാണിച്ചു എന്ന് നോക്കും. അപ്പം അന്ന് കാണിച്ചതിൻ്റെ ഇവിടെ ഇ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇ തന്നെ ഉള്ളത്. പക്ഷെ നമ്മൾ എന്താക്കിയിട്ടില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് കൺഫേം ആക്കിയായിരുന്നില്ല. അതായത് അതിലാണല്ലോ പേര് മെയിനായിട്ട് വാങ്ങിയത്. കാരണം ഈ പറയുന്ന വാക്കിലൊന്നല്ല, നമ്മൾ പറയുന്ന പോലെയല്ലോ, നമ്മുടെ രേഖകളിൽ പേരെന്താവും എന്നുള്ളതാണ് മുഖ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും രേഖയിൽ ഞാൻ ഈ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്, അത് എന്നാക്കിയിട്ടുണ്ട് അല്ലേ. കുറേ ആൾക്കാർ ഇന്നലത്തെ കമൻസിൽ പറഞ്ഞായിരുന്നു ആ ഈക്ക് പകരം എ ആക്കണം എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈക്ക് പകരം നമ്മൾ എ ആക്കിയിട്ടുണ്ട്. ഇനി പേര് മാറ്റണം എന്ന് ആരും പറയരുത്, കാരണം ഇനി ആ പേര് മാറ്റൂല. ഒരു കോമൺ പേരാണ്. പിന്നെ പലരും പലതും പറയും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പേരിട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, അതായത് അലന്ന് ഒരുപാട് പേര് ഇട്ട ആൾക്കാരുണ്ട് അല്ലേ. നമുക്ക് തന്നെ കമൻസിൽ എൻ്റെ മോൻ്റെ പേരാണ്, അല്ലെങ്കിൽ എൻ്റെ എളാപ്പാൻ്റെ കുട്ടിയുടെ പേരാണ്, അല്ലെങ്കിൽ എൻ്റെ താത്താക്ക് ഈ കുട്ടിക്ക് ഈ പേരായിട്ടുള്ളത്. അങ്ങനെ കുറേ ആൾക്കാർ പേരുണ്ട്. അപ്പോൾ അവരൊന്നും ഈ അർത്ഥം നോക്കാതെ ഈ ക്രിസ്ത്യൻ പേര് നോക്കാതെയൊക്കെയാണ് ഇട്ടത്. എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ വീഡിയോ ഇടുന്നതുകൊണ്ടാവും ആളുകളുടെ അഭിപ്രായങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം അല്ലേ. ഓലിക്ക് ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റായിട്ട് കുറേ ആൾക്കാർ ഇട്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇട്ടത്. നമുക്ക് മാത്രം, നമ്മുടെ കുട്ടിക്ക് മാത്രമാണ് ഈ പേര് വേണ്ടത്. നമ്മൾ വാശിയൊന്നും പിടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. കുറേ ആൾക്കാർ ഇട്ടു. പിന്നെ നമുക്കൊരു പുതുമ തോന്നി. കുറേ പേരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലേക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലേക്ക് ഇടാൻ വെച്ച പേരൊന്നും ഇട്ട പേരൊന്നും ആയിപ്പോയി. നമ്മൾ ആദ്യം വിചാരിച്ചത് അതാണ്. പിന്നെ ഞാൻ അലാനിയ എന്ന് പറഞ്ഞിട്ട് ഇവളെന്താക്കി, ഇവൾക്ക് അലാനിയൻ്റെ അർത്ഥം ഇവള് നോക്കിയപ്പോൾ പരസ്യം ആയിപ്പോയി. അപ്പോൾ പരസ്യം വേണ്ട അല്ലേ, എന്തോ ഇവളെന്താ പറഞ്ഞ അങ്ങനെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞേ. എന്നാൽ പിന്നെ അതിനോട് സാമ്യമുള്ള ഒരു പേര് ഇജന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞേ അലേഹ എന്ന് പറഞ്ഞു. ആ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഞാൻ പറയട്ടെ, കുറേ ആൾക്കാർ നമ്മളത് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു പേര് ഖദീജത്തുൽ കുബ്ര, പിന്നെ അങ്ങനത്തെ പേരുകൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെൺകുട്ടിയാണെങ്കിൽ ഇടാൻ വെച്ച പേര് നമുക്ക് വേണമെങ്കിൽ പറയാലേ. എന്തേ അതിന് പെൺകുട്ടിയാണെന്ന് നമുക്ക് ഇടാനാ? അത് ഓൾറെഡി നല്ല ഫേമസ് ആയ ഒരു പേര് തന്നെയാണ്, എല്ലാവർക്കും പുതിയ പേരൊന്നുമല്ല. പക്ഷെ നമ്മുടെ അലേഹായിട്ട് ഒരു സാമ്യം ഇല്ലാത്തൊരു പേരാണ് അല്ലേ. അതായിരുന്നു ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇതാക്കി വെച്ചത്. അതുകൊണ്ട് നമ്മൾ ആൺകുട്ടിക്കുള്ള പേര് പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവെച്ചൊന്നുമില്ല. അത് ഞാൻ എന്താക്കി, ഇവള് ഏത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓള് എനിക്ക് വിട്ടെന്നിക്കായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് പേര് നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എന്താക്കി, നമുക്ക് ഏറ്റവും വലിയ ഓപ്ഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പേര് ചോദിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ എന്താക്കിയത്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടും യൂട്യൂബിൽ വീഡിയോയിൽ പറഞ്ഞിട്ടും ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്കുള്ള പേര് നമുക്കൊരു പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്ന പേരിൽ കുറേ പേര് ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അലൻ ഐബക്ക് എന്നിട്ടിട്ടുണ്ട്, പിന്നെ അലൻ ഖുറൈശ് വന്നിട്ടുണ്ട്, അലൻ ആദം വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ പേരുകൾ വന്നിട്ടുണ്ട്. അലൻ മുഹമ്മദ് വന്നിട്ടുണ്ട്, അലൻ മാലിക് വന്നിട്ടുണ്ട്, അലൻ മാലിക്, അലൻ മുഹമ്മദ്, അലൻ ഐബക്ക്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അലൻ ഐബക്കാണ്. അതായത് രണ്ടും ഏല് ഒറ്റ ഇതിൽ നമുക്ക് അലൻ ഐബക്ക് ഒരു ഗാംഭീര്യമുള്ള ഒരു പേരായിട്ട് തോന്നി. പിന്നെ അർത്ഥം ഞങ്ങൾ അന്ന് നോക്കിയപ്പോഴും വ്യക്തിത്വം, സുന്ദരൻ, അങ്ങനത്തെ നല്ല അർത്ഥങ്ങളാണ് ഞാൻ അതിന് കണ്ടത്. ഞാനിതൊരു കോമൺ പേരാണോ എന്നുള്ളത് ഞാൻ അപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും സജസ്റ്റ് ചെയ്ത പേരാകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഇടുന്ന പേരാണെന്നാണ്. പിന്നെ ആ ഒരു തിരക്കിൽ നമ്മളന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കൊടുത്തായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ കൊടുത്ത് ഞാൻ മിനിഞ്ഞാന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് മിനിഞ്ഞാന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കൺഫേം ആക്കലിന്. ശരിക്കും ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഒരാഴ്ച കൊണ്ട് കിട്ടിയായിരുന്നു അല്ലേ. ഇവർ പിന്നെ കറക്റ്റ് കൺഫേം ആണോ എന്ന് ചോദിച്ച് ഞങ്ങൾ കൺഫേം ആക്കി. ഇതിൽ ഈ എന്നുള്ളത് മാറ്റി ഏന്നാക്കി. ഇപ്പോഴും മറ്റും പറഞ്ഞ ശശി സോമൻ വലിയ മാറ്റമൊന്നുമില്ല, ഈ മാറി ഏന്നായിട്ടുള്ളൂ. അത് ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടു ഈ മാറ്റി ഏന്നാക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ അറിവുകളാണല്ലോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാനതങ്ങനെ കുട്ടിയുടെ രേഖയിൽ അത് മാറ്റിയിട്ടുണ്ട്.
അതാണല്ലോ നമുക്ക് ബാക്കിയുള്ളത്. ഇപ്പം എന്തായാലും ഇപ്പം പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ ആദ്യം വിളിച്ചിരുന്നു എന്താ സുട്ടാനൊക്കെ വിളിച്ചിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ സുട്ടാന്നൊന്നും വിളിക്കരുതല്ലോ, അതിനുള്ള പേരല്ലേ അങ്ങനെ വിളിക്കും. അപ്പം എന്തായാലും ഗൈസ് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ, ഇനി കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അഹങ്കാരം കൊണ്ടും ജാട കൊണ്ടും എന്നല്ല നമ്മൾ ക്രിസ്ത്യൻ പേര് ഇട്ടത്. നിങ്ങൾക്ക് തന്നെ നമ്മൾ പറഞ്ഞുതരാം, നമ്മൾ നിങ്ങളോടാണ് ചോദിച്ചത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും നമ്മളാർക്കും പേരിട്ടിട്ടില്ല. പിന്നെ അവനാൻ്റെ കുട്ടികൾക്ക് ഞാൻ വേറെ ആൾക്കാരോട് പേര് ചോദിച്ചത് തന്നെ എന്താണ്, നിങ്ങൾ അത്രത്തോളം നമ്മൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു കുടുംബം പോലെ ആയിട്ടാണ് നിങ്ങളോട് പേര് ചോദിച്ചത്. പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത പേര് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അതിലൊരു മാറ്റം വന്നപ്പോൾ ഇനി ഞാൻ മാറ്റൂല കേട്ടോ, അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു നിലപാടില്ലാതായി പോകില്ലേ? ഇടക്കിടക്ക് പേര് മാറ്റി കുട്ടി ഉണ്ടായിട്ട് പേര് ഇങ്ങനെ മാറ്റിയേ. അപ്പം എന്നാലും ഫൈനലി ഈ മാറ്റി ഏന്നാക്കിയിട്ടുണ്ട് അലൻ, അല്ലേ? ഇപ്പോഴും വായിക്കുക അലൻ തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഒരേ എന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അലാന്ന് വായിക്കാം, കുറേ അങ്ങനെയും വേണമെങ്കിൽ വായിക്കാം കേട്ടോ, അല്ലേ? അലാൻ. ആ ഓക്കെ. അപ്പം എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. അഹങ്കാരം കൊണ്ട് നമ്മൾ ക്രിസ്ത്യൻ പേരിട്ടതോ ഇതാക്കിയതോ ഒന്നുമല്ല. നമ്മളെ ഇഷ്ടം കൊണ്ട്, നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പൈസ വന്നിട്ട് അഹങ്കാരം കൊണ്ട് മക്കളെ പേര് മാറ്റാനൊന്നും ഞാനായില്ല, അല്ലേ? അതിനുള്ള പൈസ എനിക്കായിട്ടില്ല. പിന്നെ ഇന്നലെ ഈ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഡേയ്സ് ഓവറായി പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നായിരുന്നു. പാവപ്പെട്ടവർക്ക് കൊടുക്കണേ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളും പാവപ്പെട്ടവർ തന്നെയാണ്, അന്നും പാവപ്പെട്ടവരാണ്, ഇന്നും പാവപ്പെട്ടവരാണ്. നമ്മൾ പൈസ ഉണ്ടായ അഹങ്കാരം നമ്മൾ കാണിച്ചില്ല. ഇത് പ്രസവരക്ഷ, നമുക്ക് നമ്മുടെ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, നമുക്ക് കഴിയുമ്പോൾ കൊടുക്കുക. അല്ല പൈസ ഇല്ല എടുത്ത് വെച്ചിട്ട് ഞാനൊരു പണക്കാരനാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യമില്ലല്ലോ. നമ്മളെ കാര്യങ്ങൾ നമുക്ക് നടക്കണം, ആഗ്രഹങ്ങൾ നമുക്ക് തീർക്കണം. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും ആയില്ല, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാം, ആർക്കും ആണെങ്കിലും സജസ്റ്റ് ചെയ്യാം. നമ്മളെയും കൂടി ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നിൽക്കണതാണോ നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാവമല്ല. എനിക്കറിയില്ല, നമ്മളിവിടെ നിൽക്കണതാണോ ആളുകളുടെ പ്രശ്നം. അതാണ് കാരണം, നമ്മളിവിടെ നിൽക്കണതാണോ പ്രശ്നം. ഇവിടെ വേറെ എത്രയോ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ റൂമൊക്കെ ഫുള്ളാണ്. അപ്പോൾ അവർക്കൊക്കെ അഹങ്കാരം ആണോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അഹങ്കാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം ഇതിൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് അഹങ്കാരം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക. അത് ചെയ്യാ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, നമ്മൾ ചെയ്യാല്ലേ ചെയ്യുക. ഇല്ലെങ്കിൽ ഇല്ലാത്ത മഴ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നല്ല ആംബിയൻസ്, നല്ല കാര്യങ്ങൾ. 14 ദിവസം നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ പൈസ ഉണ്ട് വെച്ചിട്ട് നമ്മൾ 40 ദിവസം നമ്മൾ എടുത്തിട്ടില്ല. നമ്മളെയും കൂടി നമ്മളിപ്പോൾ ആഗ്രഹമുണ്ട്, നമ്മളാണ് ഏറ്റവും കുറവ് ഇതേ എടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 14 ദിവസം ഇവിടെ ഒന്ന് നിൽക്കാന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകും. അല്ലാതെ കുറേ ദിവസം നിന്നിട്ട് നിന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടുകയാണെങ്കിൽ പട്ടിക്കാരില്ലല്ലോ. ഇപ്പോൾ നല്ല മഴ പെയ്യണം ഗൈസ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ പറയുന്നത് കേൾക്കൂല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, നല്ല മഴ കേട്ടോ ഗൈസ്. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. ഇവിടെ ഈ മഴയത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്, അല്ലേ? ഇത് കണ്ടിട്ട് അഹങ്കാരമെന്ന് പറയണ്ട, കുറച്ച് മഴ വന്ന് കണ്ടുപോവാണെങ്കിൽ വന്നിട്ട്. അവിടെയൊക്കെ ഒരു കടവത്തൊരു തോണി എന്ന് പറഞ്ഞ മാതിരി തോണി നോക്കിക്ക്